Hello friends, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വയർലെസ് ആയി സർക്യൂട്ടിന്, അതായത് AC സർക്യൂട്ടിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു പ്ലഗ് ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കറണ്ട് വരുന്നുണ്ടോ ഇല്ലെന്ന് വയർലെസ് ആയി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അതേപോലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ വീട്ടിലേക്ക് പോയാലോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. ആദ്യം ഞാൻ BC547 ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 എണ്ണം വേണം. പിന്നെ ഒരു ബസർ എടുത്തിട്ടുണ്ട്, ചെറിയ ബസറാണിത്. പിന്നെ അതിൽ ഒരു LED എടുത്തിട്ടുണ്ട്, അത് എൻ്റെ ടെർമിനലിലേക്ക് കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സ്വിച്ച് വേണം. ഇത് സിമ്പിളായിട്ട് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററിയാണ്. അപ്പോൾ 9 വോൾട്ട് ബാറ്ററി ആണെങ്കിലും കുഴപ്പമില്ല, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ ആദ്യം കണ്ടോ 3 ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 ലെഗ് കാണാം. അപ്പോൾ ആദ്യത്തെ ലെഗ് എന്ന് പറഞ്ഞാൽ C, അതായത് കളക്ടർ. നടുവിലത്തെ പിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്, സിമ്പിളായിട്ട് B എന്ന് പറയും. മൂന്നാമത്തെ പിന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ, E എന്ന് പറയും. ഓക്കെ, അതായത് CBE. ഓക്കെ, അതിപ്പോൾ ഞാൻ കണ്ടോ ഇതേപോലെ 3 എണ്ണത്തിൻ്റെ ലെഗ് ഇതേപോലെ വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പം ട്രാൻസിസ്റ്ററിനെ തിരിച്ച് പിടിച്ചു. ഇനി രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസ്, അതായത് നടുക്കത്തെ പിന്നെ ബേസ് നമുക്ക് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് ഷോൾഡർ ചെയ്ത് വെക്കണം, ഇതേപോലെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഷോൾഡർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് ഷോൾഡർ ചെയ്ത് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനെല്ലാം ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കൊടുത്തു. ഇനി രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കൊടുത്തു. ഓക്കെ, കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള ലീഡുകൾ, ടെർമിനലുകളിൽ എന്ത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിற்கு മുമ്പ് നമുക്ക് ഇതൊന്ന് ഏതെങ്കിലും ഒരു കാർബോർഡ് പീസോ അതിലെന്തെങ്കിലും ഒട്ടിച്ച് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു സീലിംഗ് ഷീറ്റിൽ ഒട്ടിച്ച് വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സീലിംഗ് ഷീറ്റിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്ത് അതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും ഒരു സ്വിച്ചും കൂടെ ഒട്ടിച്ചെടുത്തു. ഓക്കെ, കണക്ഷൻ ചെയ്തിട്ടില്ല, വെറുതെ ബാറ്ററി സ്വിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബസർ എടുക്കുക. ബസറിൽ ഞാൻ ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 9 വോൾട്ട് ബാറ്ററി എടുക്കുന്നുണ്ടെങ്കിൽ LEDക്ക് ഒരു റെസിസ്റ്റൻസ് കൊടുക്കണം. അത് 220 ഓം കൊടുത്താൽ മതിയാവും. ഓക്കെ, നമുക്ക് ബസർ എടുക്കാം. അപ്പം ബസറിൻ്റെ നെഗറ്റീവ് ടെർമിനൽ നമുക്ക് മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കൊടുക്കണം. അതിന് ഞാൻ ഇച്ചിരി ഗ്ലൂ ഗൺ എടുത്തിട്ട് ആദ്യമേ ബസറിനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കൊന്ന് ഷോൾഡർ ചെയ്യണം. അപ്പം LED കണക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ LEDയുടെ പോസിറ്റീവ് ടെർമിനൽ ബസറിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു, LED നെഗറ്റീവ് ബസർ നെഗറ്റീവിലേക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനൽ ബസറിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ വയറിൻ്റെ പീസ് എടുക്കുക. അത് നമുക്ക് കോമൺ ആക്കാനുള്ളതാണ്. അപ്പം ബാറ്ററിയുടെ പോസിറ്റീവിനെടുത്ത് ബസറിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്ത് ബാക്കിയുള്ള ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനലിലേക്ക് ഇതേപോലെ കൊടുത്ത് കോമൺ ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ഷോൾഡർ ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് അത് നമുക്ക് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് ഷോൾഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്വിച്ച് കണക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, വളരെ സിമ്പിളാണ്. അപ്പോൾ അതേപോലെ ഒരു വയർ എടുത്തിട്ട് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് ഷോൾഡർ ചെയ്ത് വെക്കാം.
ഇനി നമുക്ക് വേറൊരു വയർ പീസ് എടുത്തിട്ട് സ്വിച്ചിൻ്റെ മെറ്റ ടെർമിനലിൽ നിന്ന് ഒരു വയർ ഷോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ആ വയറിൻ്റെ മെറ്റ അറ്റം നമുക്ക് മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനലിലേക്ക് ഷോൾഡർ ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മൾ ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ബാറ്ററിയുടെ പോസിറ്റീവിൽ ഒരു വയർ എടുത്തിട്ട് നമ്മുടെ ബസറിൻ്റെ പോസിറ്റീവും ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്കും നമ്മൾ കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവിന് ഒരു സ്വിച്ച് വഴി കൊടുത്തിട്ട് മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പർ വയറാണ്. ഇത് 30 സെൻറ്റിമീറ്റർ നീളം എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ഒരു കോയിലാക്കി എടുക്കണം. അതിന് പെൻസിലോ പേന ഇതേപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ള സാധനം എടുത്തിട്ട് അതിന് ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കോയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോയിലിനെ ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ, അതായത് ആദ്യം നമ്മൾ വെച്ച ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ടെർമിനലിലേക്ക് ഷോൾഡർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് വെച്ചാൽ എനിക്ക് ഒരെണ്ണത്തിന് 3 രൂപ വില വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്താലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം. ഇപ്പോൾ സ്വിച്ച് ഓണായി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഷോൾഡറിങ് ഞാൻ എടുത്തു. അതിപ്പോൾ കണ്ടോ ഓൺ ഉണ്ട്, അതിൻ്റെ അകത്ത് ലൈറ്റ് തന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ വയർലെസ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ വയറിൻ്റെ അകത്തൂടെ കറണ്ട് വരുന്നുണ്ടെന്ന് കണ്ടോ, ലൈറ്റ് ബ്ലിങ്ക് ആണെന്നും ബസറിൽ സൗണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസൊക്കെ നോക്കാം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇതെങ്ങനെ സിമ്പിളായിട്ട് വർക്കാണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഒരു വയറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ്സാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് കാണും. ഓക്കെ, അപ്പം ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോപ്പർ വയർ ഇവിടെ ഇങ്ങനെ കോയിലാക്കി വെച്ചിട്ടില്ലേ, അത് ഇലക്ട്രിക് ഫീൽഡിനെ റിസീവ് ചെയ്തിട്ട് നമ്മൾ 3 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുണ്ട്, BC547 എന്ന് പറഞ്ഞിട്ട്. ഇതിനെ ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ LED കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ ഇതെങ്ങനെ വർക്കാണെന്നുള്ളത്. സോ ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇവിടെ തന്നെ എൻഡ് ചെയ്യാം. സോ ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.